ഓർണമെന്റ്സ് ഏജിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ലല്ലോ. എന്നാലും പിന്നെ കേരളത്തിലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണല്ലോ അതൊരു പ്രധാനപ്പെട്ട. അല്ല, മലയാളം ഡിസ്ട്രിക്ട് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മലയാളം ഡിസ്ട്രിക്റ്റിൽ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണല്ലോ പോകുന്നത്. അതെ. അല്ല, ഓർണമെന്റ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓർണമെന്റ്സ് നമ്മുടെ പ്രധാനപ്പെട്ട സഭകളിൽ അല്ലെങ്കിൽ ഏറ്റവും ഏകദേശം ഒരു 99 സഭകളിലും 99% സഭകളിലും എന്താണ് ഓർണമെന്റ്സ് അലൗഡല്ല. ഓ, ഓക്കെ. അതേസമയം മലബാർ ഡിസ്ട്രിക്ട് ഓർണമെന്റ്സ് അനുവദിക്കുന്നുണ്ട്. സദേൺ ഡിസ്ട്രിക്റ്റും അനുവദിക്കുന്നുണ്ട്. അത് അവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ആ രീതിയിലാണ്. TJ സാമുവലിൻ്റെ കൂടെ ഇരുന്നു, പീസ് ലുസാറിൻ്റെ കൂടെയും സെക്രട്ടറി ആയിട്ടിരുന്നു. അതോ ഞാൻ പ്രധാനമായിട്ടും ഷമേൽ സാറിൻ്റെ കൂടെയാണ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ളത്. പിലുസാറിനൂടെ കമ്മിറ്റി അംഗമായിട്ട് ഇരുന്നിട്ടുണ്ട്. കമ്മിറ്റി അംഗമായിട്ടായിരുന്നു. ഈ ഏജിയിലെ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. ഓക്കെ. ഒരു ലീഡർ ഈ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒന്നിച്ച് സഹകരിക്കാൻ സാധിച്ചാൽ TJ സാമുവൽ സാറിൻ്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്ന ഇതിൽ ഇന്നുള്ള ഇവിടുത്തെ കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ, താൻ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഒക്കെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലീഡറാണ് TJ സാമുവൽ സാർ. സാറിനെ ഒന്ന് സാറിൻ്റെ ലീഡർഷിപ്പിനെ ഒന്ന് വിലയിരുത്തിയാൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച ആളെന്നുള്ള നിലയിൽ പറയാം. പ്രധാനമായിട്ടും TJ സാമുവൽ സാറിനെ സംബന്ധിച്ചിടത്തോളം അസംസ്കൃത മലയാളം ഡിസ്ട്രിക്ട് കൗൺസില് ഒരു പ്രസ്ഥാനമെന്നുള്ള നിലയിൽ വളരെ അടുക്കും ചുറ്റിയോടും കൂടെ ക്രമീകൃതമായ രീതിയിൽ കൊണ്ടുവന്നത് ഷമീൽ സാറിൻ്റെ സംഭാവനയാണ്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പ്. ദീർഘകാലത്തെ സുവിശേഷ പ്രവർത്തനങ്ങളിലും സഭാ ശുശ്രൂഷയിലും സഭാ ഭരണത്തിലും തൻ്റേതായ നിലപാടുകളോടുകൂടെ തന്നെ ശുശ്രൂഷിക്കുകയും പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, ശുശ്രൂഷാനുഭവങ്ങൾ, സഭാ നേതൃത്വ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ദൈവം അദ്ദേഹത്തെ നടത്തിയ വിധങ്ങളെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ, സഭയെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ, പ്രതീക്ഷകൾ, അങ്ങനെ ഒരു സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിലും സഭാ ലീഡർ എന്നുള്ള നിലയിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പറയുവാനുള്ളൊരവസരമാണ്. നമുക്ക് ഈ അഭിമുഖത്തിലേക്ക് പ്രവേശിക്കാം. സ്വാഗതം ചെയ്യാം പാസ്റ്റർ തോമസ് ഫിലിപ്പിനെ. പ്രൈസ് ലോർഡ്. യെസ്, വളരെ സന്തോഷമുണ്ട് അച്ഛനെ ഒന്നിച്ച് നമുക്ക് അല്പസമയം ഇരിക്കാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മലയോര മേഖലയിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഇപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പദവിയല്ല. അത്രയും സഭകൾ, വലിയൊരു പ്രസ്ഥാനം, അതിൻ്റെ ഒരു ഉന്നതമായ പദവിയിലിരിക്കുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താ പറയാനുള്ളത്? ഇനി ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് കൃപയെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ, അല്ല മറ്റൊന്നുമില്ല. പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഞങ്ങൾ മല്ലപ്പള്ളിയിൽ ബൊറവ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലാണ് ഞങ്ങൾ ഹൈറേഞ്ചിലേക്ക് പോയി. അവിടെ കൊച്ചറയിലാണ് ആദ്യമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വല്യപ്പച്ചനൊക്കെ മർത്തോമായിൽ ഒരു ഉപദേശിയായിരുന്നു. എൻ്റെ പിതാവും അങ്ങനെ സുവിശേഷ താല്പര്യമുള്ള ഒരാളായിരുന്നു. എന്നാൽ മർത്തോമായിൽ സ്നാനപ്പെട്ട അനന്തരം നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് മർത്തോമായിൽ നിന്ന് വിട്ട് ആരംഭ നാളുകളിൽ വേർപാടിൽ സഭയുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ കൊച്ചറയിൽ ചെന്നതിന് ശേഷമാണ് അവിടെ അന്നത്തെ കാലത്ത് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരംഭ സമയത്ത് അങ്ങനെ ഷാരോൻ്റെ പ്രവർത്തനമാണ് വല്യപ്പച്ചനൊക്കെ ചില പിതാക്കന്മാർ ചേർന്നാണ് അവിടെ തുടങ്ങിയത്. അങ്ങനെ ചില നാളുകൾ ഞങ്ങൾ ഷാരോൺ സഭയുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. അതിനുശേഷം അവിടുന്ന് വസ്തു വിറ്റ് ഞങ്ങൾ പുറ്റടിയിലേക്ക് വന്നു. അതേ തുടർന്നാണ് ഞങ്ങൾ അസംസ്കൃത പ്രസ്ഥാനമായിട്ട് ഏകദേശം 1980 മുതൽ ആ ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ബാല്യകാലം പറഞ്ഞാലേ ഈ കിഴക്കെ ഈ മലയോര മേഖലയിൽ പാർക്കുന്നു, കാർഷിക കുടുംബം, ആ നിലയിലൊക്കെ വരുമ്പം അന്നത്തെ ഒരു ചിന്ത എന്തുവാ ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്നു? അന്ന് പ്രധാനമായിട്ടും അന്ന് ഞങ്ങളുടെ വീടുകളിൽ അന്ന് ഈ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ താമസിക്കുന്ന വീടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അന്ന് പ്രധാനമായിട്ടും ഞങ്ങളുടെ കുടുംബം ഒരു കർഷക കുടുംബമായിരുന്നു. ഞാൻ വീട്ടിൽ മൂത്തയാളായിരുന്നു. അതുകൊണ്ട് സാമ്പത്തികപരമായിരിക്കുന്ന ബാധ്യതകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എൻ്റെ ഒരു ചിന്തയെന്ന് പറയുന്നത് പിന്നെ ജോലിയോടുള്ള ബന്ധത്തിൽ സുവിശേഷ വേല ചെയ്യുക എന്നുള്ളതായിരുന്നു.
ഓക്കെ. അങ്ങനെ ഞാൻ വിദ്യാഭ്യാസത്തിന് ശേഷമായിട്ട് IT പഠിച്ച് വിദേശത്ത് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ആ കാലഘട്ടമൊക്കെ ഈ ആളുകൾ ഗൾഫിലൊക്കെ പോകുന്ന ഒരു കാലഘട്ടം. അപ്പം അങ്ങനെയുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷെങ്കിൽ അപ്പോൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ ശൂശാടുവേലയെക്കുറിച്ചുള്ള വിളി അനേക ദേവദാസന്മാർ വന്നിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടും എൻ്റെ വീട്ടുകാർക്കും താല്പര്യം ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ശൂശാടുവേലയ്ക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഇതായിരുന്നു. എനിക്കും അങ്ങനെ ആയിരുന്നു താല്പര്യം. അതനുസരിച്ച് ഞാൻ IT ഒക്കെ പഠിച്ച് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും എല്ലാ കാര്യങ്ങളും ഒത്തുവരുമ്പോഴും പോകാനായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ മറ്റ് ജോലികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരം 1984 നേരത്തെ തന്നെ ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ ശബ്ദവും കേട്ടിരുന്നെങ്കിലും ഒരു ദൈവദാസനെ ഞങ്ങളുടെ സഭയിൽ ഒരു പ്രത്യേക ഒരു ഭവനത്തിൽ നടക്കുന്ന മീറ്റിങ്ങിൽ വെച്ച് അന്ന് ഞാനില്ലായിരുന്നെങ്കിലും ആ സഭയിൽ അന്ന് ആ ദൈവദാസൻ എൻ്റെ പേര് വിളിച്ച് ഇങ്ങനൊരു പേരുള്ളൊരു ദൈവദാസൻ ഇവിടെ ഉണ്ട്, അദ്ദേഹം ശൂശാടുവേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. ഒരു വ്യത്യസ്തമായിരിക്കുന്ന വിളിയാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ളത്. നാളുകളായിട്ട് അദ്ദേഹം ഇങ്ങനെ ശൂശാടുവേലയ്ക്ക് പോകാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനിയും അദ്ദേഹം താമസിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അംഗവൈകല്യമുള്ളവരായിട്ട് എന്ത് ചെയ്യും, ശൂശാടുവേലയ്ക്ക് വേണ്ടി ഇറക്കുമെന്നുള്ളൊരു ശബ്ദമുണ്ടായി. ആ മീറ്റിങ്ങിൽ എൻ്റെ പിതാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ പിതാവ് എന്ത് ചെയ്തു, അതിൻ്റെ സമ്മതം മുഴുവനായിട്ടിടയായി, സമ്മതിക്കാനുണ്ട്. അന്ന് രാത്രി മീറ്റിങ്ങിൽ ഞാനും എൻ്റെ അമ്മയൊക്കെ ചെന്നു. ആ ദൈവദാസൻ എന്നെ പരിചയമില്ലെങ്കിലും അന്ന് രാത്രി മീറ്റിങ്ങിൽ എന്ത് ചെയ്തു, എന്നോടും കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ സംസാരിക്കുകയും ദൂത് പ്രസ്താവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ മീറ്റിങ്ങിൽ വെച്ചാണ് പ്രധാനമായിട്ട് ശൂശാടുവേലയ്ക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, ഞാൻ വരുന്നത്. അതിനുശേഷം മറ്റ് ജോലികളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് 1985 ബേഥൽ ബൈബിൾ കോളേജിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് കടന്നു വന്നു. ഓക്കെ. ദൈവവചന പഠനം 85 അല്ലേ? ആ 85 അവിടെ വരുമ്പോൾ പ്രധാനപ്പെട്ട അധ്യാപകർ PS ഫിലിപ്പ് സാറും TJ ശാമുവൽ സാറും ഒക്കെയാണ്. ആ കാലഘട്ടങ്ങളിൽ പിന്നെ PS ഫിലിപ്പ് സാറ് പ്രിൻസിപ്പളായ ആദ്യത്തെ വർഷമാണ്. ആ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ട് TJ ശാമുവൽ സാറ്, ഡോക്ടർ ഐസ്മിയാത്തി സാറ്, ഡോക്ടർ TP സാറ്, പിന്നെ കോച്ചോദൻ സാറ്, അങ്ങനെ കേശവൻ സാറ്, റോബിൻ സാറ്, ഈ ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു പ്രധാനമായിട്ടും അധ്യാപകരായിട്ടുണ്ടായിരുന്നു. ഈ ബൈബിൾ കോളേജിലൊക്കെ എത്തി ആദ്യത്തെ ഒരു വർഷം ഒക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ഒരു ധാരണ, എന്തായിത്തീരണം, എങ്ങനെയായിത്തീരണം, ശുശ്രൂഷ രംഗത്ത് പ്രസംഗകനാണോ, സഭാ ശുശ്രൂഷകനാണോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത മനസ്സിൽ വരുമല്ലോ. എന്ത് പ്ലാനിങ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്? പ്രധാനമായിട്ടും ബേഥൽ ബൈബിൾ കോളേജിനെ സംബന്ധിച്ചിടത്തോളം HMC എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സുവിശേഷത്തിനും സഭാ സംസ്ഥാപനത്തിനും വേണ്ടിയുള്ള ഒരു ഭാഗമാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒത്തിരി സഭകൾ HMC മൂലം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൗണുകളിലെല്ലാം സഭകൾ സ്ഥാപിച്ചിരിക്കുന്നത് HMC നിമിത്തമാണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ വർഷം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ തൊട്ടടുത്തുള്ള ഒരു 3 കിലോമീറ്റർ മാറി കലയനാട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് പാസ്റ്റർ ഫിലിപ്പ് C. ജോർജിൻ്റെ കൂടെ പ്രവർത്തനത്തിനായിട്ട് എന്നെ എന്ത് ചെയ്തു, ആ സ്ഥലത്തേക്ക് അത് HMCയുടെ പ്രവർത്തനമായിരുന്നു. അപ്പോൾ ആദ്യത്തെ വർഷം അങ്ങനെ ആ കർത്താവദാസൻ്റെ കൂടെ പ്രവർത്തനത്തിനായിട്ട് പോയി. അതേ വർഷം ഗ്രാജുവേറ്റ് ചെയ്യുകയായിരുന്നു. ഓക്കെ. അപ്പം അതിന് പ്രധാനപ്പെട്ട കാരണം ആ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മിനിസ്ട്രിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം താല്പര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വർഷമായിരുന്നു ഓരോ സെഷനിലും. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അന്നത്തെ HMCയുടെ പിന്നെ ഡയറക്ടറായിരുന്നത് PN സക്രിയ സാറാണ്, കോശുദ്ധൻ സാറും ഒക്കെയായി. അപ്പോൾ അവരെന്നെ എന്ത് ചെയ്തു, ഈ ദേവദാസിൻ്റെ കൂടെ അവിടേക്ക് അയക്കുകയും അദ്ദേഹം ഗ്രാജുവേറ്റ് ചെയ്ത് പോയ അനന്തരം എന്നെ അവിടുത്തെ ശുശ്രൂഷയിലേക്ക് എന്ത് ചെയ്തു, പ്രധാന ശിശുവിനായിട്ട് നിയമിക്കുകയും ചെയ്തു. അങ്ങനെ 85 2ാം സെമസ്റ്റർ മുതൽ തന്നെ HMCയോടുള്ള ബന്ധത്തിൽ കലയനാട് പ്രവർത്തനത്തിൽ എന്ത് ചെയ്തു, ഞാൻ സജീവമായിട്ട് എന്ത് ചെയ്തു. ഈ കലയനാട് എന്ന് പറയുന്നത് പുനലൂരിനടുത്തുള്ള സ്ഥലം, പുനലൂരിന് ചെങ്കോട്ട റൂട്ടിലുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ അവിടെ ഗ്രാജുവേറ്റ് ചെയ്യുന്നിടം വരെ എന്ത് ചെയ്തു, പ്രവർത്തിച്ചു 4 വർഷം. അതിനുശേഷം എനിക്ക് പിന്നെ വേറെ ചില ടൗണുകളിലേക്ക് പലരും പിടിച്ചു എങ്കിലും പ്രധാനമായിട്ടും ഈ സ്ഥലം പ്രവർത്തിക്കണമെന്ന് താല്പര്യമുണ്ടായി. അവിടെ അങ്ങനെ 7 വർഷം എന്ത് ചെയ്തു, പ്രവർത്തിച്ചു. ആ കാലയളവിൽ ഒരു സഭാ വളർച്ചയുടെ ഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് 45-ലധികം ആൾക്കാർ എന്ത് ചെയ്തു, സ്നാനപ്പെടാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ അവിടെ ഒരു സഭ രൂപീകൃതമായി. പിന്നെ ഒരു 7 വർഷമായപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്ന് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവർത്തനത്തിന് പോകണം, പഠിക്കാൻ പോകണമെന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, SIBCയിൽ പഠനത്തിനായിട്ട് എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ അഡ്മിഷൻ ലഭിച്ചു. അങ്ങനെ ഞാനവിടെ SIBC പോയി എന്ത് ചെയ്തു, MD കരസ്ഥമാക്കി. പിന്നെ ഡിസ്ട്രിക്റ്റിൽ ഞാൻ അവധി എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവിടെയുള്ള സേവാനറിയ സഭ
പെനിയിലേക്ക് സഭ എന്ത് ചെയ്തു, എന്നെ ശിശുടേക്കായിട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ 2 വർഷം അവിടുത്തെ പാസ്റ്റായിട്ട് എന്ത് ചെയ്തു. 2 വർഷം ബാംഗ്ലൂരിൽ പാസ്റ്റായിട്ടിരുന്നു. ആ കാലഘട്ടങ്ങളിൽ 18 പേരോളം എന്ത് ചെയ്തു, സ്നാനപ്പെട്ടു. അപ്പം അങ്ങനെയാണ് പ്രധാനമായിട്ട്. അപ്പം പ്രധാനമായിട്ട് ഈ ഹയർ ഏജാനായിരുന്നുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൽ വളരെ മടിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തു. അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ്, ഈ കഠിനാധ്വാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മൾ ഇപ്പോൾ പൊതുവെ ഒരു ശുശ്രൂഷന്മാരുടെ ഒക്കെ പാസ്റ്റേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ പഴയ കാലഘട്ടം, അതായത് അച്ഛനൊക്കെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയ ആ കാലഘട്ടവും ഇപ്പോഴത്തെ ശുശ്രൂഷന്മാരെയും വെച്ചൊന്ന് താരതമ്യം ചെയ്താൽ ഈ ആ കഠിനാധ്വാനത്തിൻ്റെ ഒരു തോത് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കൃത്യമായിട്ടും ഉണ്ട്. കഠിനാധ്വാനം എന്ത് ചെയ്യുന്നില്ല, എല്ലാവരും നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവർ വളരെ കുറവാണ് എല്ലാ സഭകളിലും. അത് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിലും എല്ലാ സഭകളിലും പൊതുവിൽ പുതിയ പ്രവർത്തന രംഗത്തൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. പ്രധാനമായിട്ടും അതിൻ്റെ കാരണം ഇന്നത്തെ കാലത്ത് ഹൈസ്കൂളിൽ നിന്ന് ഇറങ്ങുന്നവർ പ്രധാനമായിട്ടും സഭാ സംസ്ഥാപനത്തിന് വളരെ താല്പര്യം കുറവുള്ളവർ. അവർക്ക് കൂടുതൽ മുന്നോട്ട് പഠിക്കണം, അധ്യാപകരായിട്ട് മുന്നോട്ട് പോകണമെന്നൊരു ചിന്തയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ പ്രസ്ബിറ്റേഴ്സിനെയോ ഒക്കെ കണ്ട് എവിടെയെങ്കിലും സഭ ഉള്ളിടത്ത് ഒരു ശിശുടനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേങ്കിൽ സഭാ സംസ്ഥാപനത്തിൽ കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ സഭകൾ തുടങ്ങാനും സഭ വളർത്താനും എന്ത് കഴിയത്തുള്ളൂ. അന്നത്തെ കാലത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ എല്ലാ ഗ്രാജുവേറ്റ്സും ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാവരും ഒരു പുതിയ വേല തുടങ്ങണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിൽ എല്ലാവരും ആ കാലഘട്ടത്തിൽ പഠിച്ച എല്ലാവരും തന്നെ പുതിയ സഭകൾ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ അക്കാദമിക് രംഗത്ത് നമ്മളിപ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു കാലഘട്ടം. പാസ്റ്റേഴ്സ് എല്ലാം സാമാന്യം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. പ്രത്യേകിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡിലെ പാസ്റ്റേഴ്സ് പുതുതായിട്ട് ഇറങ്ങുന്നവരൊക്കെ സാമാന്യത്തിലധികം വിദ്യാഭ്യാസമുള്ളവരും പഠനത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവരുമാണ്. അപ്പം അങ്ങനെ ഈ അക്കാഡമിക്കിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷേ പഴയ ആ ഉത്സാഹം ഈ സുവിശേഷീകരണത്തിലോ അതുപോലുള്ള പ്രവർത്തനങ്ങളിൽ കുറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരാകാനായിട്ട് കൂടുതൽ ആളുകൾ വില്ലിങ്ങായിട്ട് വന്നിരിക്കും. അത് ഏജിൻ്റെ മാത്രം പ്രശ്നമല്ല, പൊതുവിലുള്ള ഒരു സിനാറിയോ അങ്ങനെയാണ്. പ്രധാനമായിട്ടും അതിൻ്റെ പല കാരണങ്ങളുണ്ട്. അന്നത്തെ പോലൊരു സാഹചര്യമല്ല ഇന്ന്. പുതിയ സഭകൾ തുടങ്ങാൻ പറ്റിയ അനുയോജ്യമായിരിക്കുന്ന ഒരു അന്തരീക്ഷമല്ല. അതിന് പല വെല്ലുവിളികളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ന്യൂജൻ സഭകൾ, പിന്നെ ഇന്നത്തെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഉത്സാഹത്തോടെ വളരെ സജീവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഭാ സംസ്ഥാപനത്തിൽ വളരെ പുരോഗതിയിലുള്ള ദൈവദാസന്മാരുമുണ്ട്. ഓക്കെ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിൽ 2 വർഷത്തെ സഭാ ശുശ്രൂഷ, അതിനുശേഷം മടങ്ങി കേരളത്തിലേക്ക് വരിക. അതിനുശേഷം ഞാൻ മടങ്ങി കേരളത്തിലേക്ക് വന്നു. കാരണം അന്ന് ഞാൻ 3 വർഷത്തെ അവധി എടുത്താണ് പോയത്. ഓക്കെ. അപ്പോൾ ആ 3 വർഷം മാത്രം അവിടെ എന്ത് ചെയ്തു, തുടർന്നു. അതിനുശേഷം ഞാൻ 1995 ചങ്ങനാശ്ശേരി സഭയുടെ ചുമതലയിലേക്ക് വന്നു. അന്ന് ചങ്ങനാശ്ശേരിയിൽ കാര്യമായിട്ടൊരു സഭയുണ്ടോ? അതോ ചങ്ങനാശ്ശേരിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ YMCയിലാണ് ആരാധന നടന്നുകൊണ്ടിരുന്നത്. അന്ന് സജീവമായിട്ടുള്ള അംഗങ്ങളെന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ വരുമ്പോൾ ഒരു 30 പേരേ ഉള്ളൂ. പിന്നെ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു ആരാധനയ്ക്ക്. അന്ന് നമുക്ക് സ്വന്തമായിരിക്കുന്ന സ്ഥലമോ കെട്ടിടമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇനി ആ സ്ഥലത്തേക്ക് TJ ഷമൽ സാറാണ് അന്ന് സൂപ്രണ്ടായിരുന്നത്. അദ്ദേഹമാണ് അവിടേക്ക് എന്നെ അയക്കുന്നത്. അപ്പം വർഷങ്ങളായിട്ട് ഏകദേശം അവിടെ പല ദൈവദാസന്മാർ വന്നെങ്കിലും പെന്തക്കോസ്ത് പ്രവർത്തനത്തിൽ ആഴത്തിൽ വേരൂന്നാൻ കഴിയാത്തൊരു സമയമായിരുന്നു. പണ്ട് മുതലേ അങ്ങനെ ചങ്ങനാശ്ശേരി വളരെ ഹാർഡായിട്ടുള്ള ഒരു സ്ഥലം. മാത്രമല്ല ന്യൂ ഇന്ത്യ ചർച്ച് കോഡിൻ്റെ പ്രവർത്തനം അവിടെ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു, അവിടെ ആസ്ഥാനമായിട്ട് വരാനായിട്ടായിരുന്നു വി എ തമ്മിച്ചാന് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിലും ശരിക്ക് പ്രവർത്തനം മുന്നോട്ട് വരാഞ്ഞതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ചിങ്ങവനത്തേക്ക് പോയത്. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അവിടെ വന്നു. ആദ്യത്തെ വർഷം തന്നെ നമുക്ക് എൻ്റെ കൂടെ ബഥേലിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ വന്ന് പ്രവർത്തനത്തിനായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വർഷം കാര്യമായ പുരോഗതി ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, ഉണ്ടായില്ല. പ്രധാനമായിട്ട് ടൗണിനെങ്ങും താമസിക്കാൻ സൗകര്യങ്ങളില്ലായിരുന്നു. ടൗണിൽ നിന്ന് മാറി ഒരു കോളനിക്കകത്താണ് അന്ന് എനിക്ക് വാടക വീട് കിട്ടിയിരുന്നത്. പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ കത്തോലിക്കരാരും പാസ്റ്റർമാർക്ക് എന്ത് ചെയ്യത്തില്ല, വീട് കൊടുക്കാത്തൊരു കാലമായിരുന്നു. എന്നാൽ ആ ഒരു വർഷം കഴിയാറായപ്പോഴത്തേക്ക് പല സഭകളും എന്നെ വിളിച്ചു, ഇവിടെ കാര്യമായിട്ട് പുരോഗതി ഉണ്ടാകത്തില്ലെന്ന് തോമസ് പാസ്റ്റർ മറ്റൊരു സ്ഥലത്തേക്ക് വരാനായിട്ട് ഞങ്ങളുടെ പ്രസ്ബിറ്റേഴ്സൊക്കെ വിളിച്ചെങ്കിലും
ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും ഉപവാസപ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്തപ്പം ഒരു ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, പാസ്റ്റർ തോമസ് ഇവിടെ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഒരു ദൈവപ്രവൃത്തി കാണും, അതുകൊണ്ട് പെട്ടെന്ന് മാറരുത്. അങ്ങനെ ഞാൻ ആ ദൈവശബ്ദത്തിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് എന്ത് ചെയ്തു, ആ സ്ഥലത്ത് തുടരുകയായിരുന്നു. അങ്ങനെ തുടർന്നതുകൊണ്ട് 2-ാമത്തെ വർഷം 25 പേര് സ്നാനപ്പെട്ടു. 3-ാമത്തെ വർഷം 35 പേര് സ്നാനപ്പെട്ടു. അങ്ങനെ ഒരു വലിയ മൂവ്മെൻ്റ് അവിടെ ഉണ്ടായി. പിന്നെ അതുകൊണ്ട് തന്നെ 3-ാമത്തെ വർഷം ഞങ്ങൾ എന്ത് ചെയ്തു, ചങ്ങനാശ്ശേരി പട്ടണത്തിൽ അരമനയ്ക്ക് അടുത്ത് വസ്തു വാങ്ങിച്ചു. അത് വളരെ ലോണൊക്കെ എടുത്താണ് അന്ന് വസ്തു എഴുതിയത്. ഏകദേശം 8 ലക്ഷം രൂപയോളം ലോൺ എടുത്താണ് അസംസ് കൊണ്ട് പേര് എന്ത് ചെയ്തത്, വസ്തു എഴുതി. അതേ തുടർന്ന് 3-ാമത്തെ വർഷം ഞാൻ എന്ത് ചെയ്തു, അപ്രതീക്ഷിതമായിട്ട് സെക്ഷൻ്റെ പ്രോസ്പെക്റ്റായിട്ട് എന്ത് ചെയ്തു വന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ താല്പര്യമായിരുന്നു, അസംസ് കോഡിന് അവിടെ അധികം സഭകളില്ല, പുതിയ സഭകൾ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 7 വർഷം ഞാൻ പ്രോസ്പെക്റ്റായിട്ട് എന്ത് ചെയ്തു തുടർന്നു. ആ കാലഘട്ടങ്ങളിൽ പുതുതായിട്ട് 18 പുതിയ സ്ഥലങ്ങളിൽ വേലകൾ തുടങ്ങി. പ്രത്യേകിച്ച് ബഥേലിൽ നിന്നും പീനിയൽ ബൈബിൾ സെമിനാരിയിൽ നിന്നുള്ള ദൈവദാസന്മാർ അവിടെ വന്ന് അവരെ കൊണ്ടുവന്ന് അങ്ങനെ സെക്ഷൻ വിശാലമാക്കി. അങ്ങനെ 10 വർഷം ഞാൻ ചെയ്തു ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തിച്ചു. പ്രധാനമായിട്ടും അതെൻ്റെ ജീവിതത്തിൽ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. ഓക്കെ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ പത്തനംതിട്ട ജില്ലയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ചർച്ച് ബോർഡിനെ IPC വെച്ച് നോക്കിയാൽ സഭകൾ കുറവാണ്. പത്തനംതിട്ട, കോട്ടയം ഈ മേഖലയിൽ. എന്നാൽ ചെങ്ങന്നൂർ അല്ലെങ്കിൽ മാവേലിക്കരയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു AG ഇവിടെ തുടക്കം 1920-കളിൽ അല്ലെങ്കിൽ ആരംഭ കാലഘട്ടങ്ങളിൽ AGയുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു താനും. എന്തുകൊണ്ടാണ് ഈ മേഖലകളിൽ സഭകൾ ഉണ്ടാകാതെ പോയത്? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള കാരണമേ, മുൻകാലങ്ങളിൽ പിന്നെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ തമ്മിലൊരു ഐക്യതയുണ്ടായിരുന്നു. പ്രധാനമായിട്ടും തിരുവനന്തപുരം മേഖലയിൽ അസംസ് കോഡിന്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു, കേന്ദ്രീകരിച്ചു. അവിടെ കൂടുതൽ സഭകളുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ധാരണയുടെ പുറത്ത് എന്ത് ചെയ്തു, അങ്ങനായി. പക്ഷെ പിൽക്കാലത്ത് ധാരണകളെല്ലാവരും എന്ത് ചെയ്തു, തെറ്റിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, പിന്നീടാണ് അസംസ് കോഡുകാർ എന്ത് ചെയ്തത്, ഈ പിന്നെ കോട്ടയം, പത്തനംതിട്ട അല്ലെങ്കിൽ വടക്കൻ മേഖലകളിലേക്ക് എന്ത് ചെയ്തത്, സഭാ സംസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അത് പറയുമ്പോൾ ഈ ധാരണകൾ തെറ്റിച്ച കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം കൂടെ ചോദിക്കാം. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഒത്തിരി ഉണ്ട്. എന്നാലും മുഖ്യധാര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ, ഈ ഒരു 10-ൽ താഴെയുള്ള മുഖ്യധാര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ഐക്യതയുടെ എന്തെങ്കിലും സാധ്യത, ഐക്യത എന്ന് പറഞ്ഞാൽ സഭകൾ തമ്മിൽ യോജിക്കുന്ന കാര്യമല്ല പറയുന്നത്, പരസ്പരം ഒരു ധാരണയോടുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ എന്ത് തോന്നുന്നു? പ്രധാനമായിട്ടും നേതൃത്വത്തിലിരിക്കുന്നവരെ ഒരു ഐക്യതയ്ക്ക് വേണ്ടി ത്യാഗപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം എല്ലാ പ്രസ്ഥാനത്തോടും സന്നദ്ധരായെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. കാരണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങളാണല്ലോ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അല്ല, അവരവരുടെ സ്ഥാനത്ത് സ്ഥാനമാനം ഉണ്ടല്ലോ, ഉണ്ട്. അവരെ അവിടെ പൊസിഷനിൽ ദൈവം ഇരുത്തിയേക്കുന്നുണ്ട്. അപ്പം തന്നെ ഒരേ വിശ്വാസം, ഒരേ ബൈബിൾ, ഒരേ സ്നാനം, ഒരേ ആത്മാവ്, ഒരേ സ്വർഗത്തിൽ പോകാനിരിക്കുന്ന ഈ സഭകളെല്ലാം തമ്മിൽ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ തമ്മിൽ, അതിൻ്റെ ലീഡേഴ്സ് തമ്മിൽ ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലും ഉള്ളൊരു സന്ദർഭം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് എത്ര ദയനീയമായൊരു കാര്യം അല്ലേ? ടോപ്പ് ലീഡറല്ല അച്ഛനെ സംബന്ധിച്ചിടത്തോളം. അച്ഛൻ അതിൻ്റെ ഒരു സെക്രട്ടറി എന്നുള്ളതേ ഉള്ളൂ, ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒക്കുന്ന ആളല്ല. പക്ഷേ എൻ്റെ ഒരു കൺസേൺ, ഇവിടെ മുഖ്യധാര പെന്തക്കോസ്ത് സഭകളുടെ ലീഡേഴ്സ് വിരലെണ്ണാനുള്ളവരേ ഉള്ളൂ. എല്ലാവരും കൂടെ നോക്കിയാൽ ഒരു 50 പേര് താഴെ ഉള്ളൂ. എല്ലാം കൂടെ നോക്കിയാൽ മാസത്തിലൊന്നോ അല്ലെ 2 മാസം കൂടുമ്പോഴോ ഒന്നിച്ചൊരാളുടെ വീട്ടിൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കുമോ, കുറച്ച് നേരം പ്രാർത്ഥിക്കുമോ, ഒന്നിച്ച് സംഭാഷണം നടത്തുമോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിലില്ല. എന്നാൽ ഇവിടുത്തെ എപ്പിസ്കോപ്പൽ സഭകളുടെയൊക്കെ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒക്കേഷനലി അവർ ഒന്നിച്ച് കൂടുകയും സംഭാഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പരിധി കൂടെ അവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഐക്യതയോടെ ചെയ്യേണ്ടി വരാം നമ്മൾ. ആ രംഗത്ത് ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകേണ്ടത് ഈ മാറി വരുന്ന സാഹചര്യങ്ങളിൽ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊക്കെ ആ കാര്യങ്ങളിൽ ഇടപെടും. അല്ല ഇന്നത്തെ സാഹചര്യത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ ഭാരത പശ്ചാത്തലത്തിൽ
ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന് ഇതുവരെയും അങ്ങനെ മുൻകാലങ്ങളിൽ മുതിർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് എൻ്റെ സ്ഥലത്തിൽ പെട്ടിട്ടില്ല. എന്നാൽ പ്രത്യേക ചില യോഗങ്ങൾ ഐക്യ ബന്ധുക്കോസ് ഒരു യോഗങ്ങളൊക്കെ നടത്താനായിട്ട് പല പ്രാവശ്യം തുടങ്ങുകയും പല പ്രാവശ്യം ആരംഭം കുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടത്ര പരിഗണന കൊടുക്കാത്തതിന്റെ വെളിച്ചത്തിൽ അത് പിന്നത്തതിൽ അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ പരിഗണനയുടെ പ്രശ്നം പറഞ്ഞു വന്നപ്പോൾ ഈ വലിയ മീറ്റിങ്ങുകൾക്കാണ് ഈ പ്രശ്നമായി. എല്ലാവർക്കും ഇപ്പോൾ ഒരു കോമൺ മീറ്റിംഗ് ഉണ്ടാക്കുമ്പോൾ എല്ലാ ലീഡേഴ്സിനെ ഒന്നിച്ച് പ്രസംഗിപ്പിക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിച്ച് പ്രാർത്ഥിക്കാനൊരു വേദിയായിരുന്നെങ്കിൽ ഈ പ്രശ്നം അത്രയും ഉണ്ടാകത്തില്ലായിരുന്നു. അവസരത്തിന് അല്ല, പ്രാർത്ഥിക്കുന്നതിന് ഇപ്പോൾ പ്രത്യേകിച്ച് വരത്തില്ല. ഇല്ല, ഇത് പേരെന്ന് ചോദിച്ചാൽ എൻ്റെ ഞാൻ വളരെ സജീവമായിട്ട് അതിനകത്ത് പങ്കെടുത്തിട്ടില്ല. എങ്കിലും ഏകദേശം എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് ഈ ചില പ്രത്യേക യോഗങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ തന്നെ ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് ചെയ്യും, പല കാര്യങ്ങളും നേരത്തെ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്തതിന്റെ പുറകിൽ എന്ത് ചെയ്യും, പല പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അതിന്റെ പിന്നണികളായിട്ട് എന്ത് ചെയ്യുക, നിൽക്കാനുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്. അതായത് എല്ലാത്തിനും ഒരു അജണ്ട കാണും തുടങ്ങുന്നവർക്ക്. അപ്പൊ ബാക്കിയുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അവർ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്തു പോകും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, ഇതിന്റെ ഉള്ളുകളിലെല്ലാം വളരെ ഭംഗിയായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ കൂടി ഞാൻ അതെല്ലാം പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ വിഷയം വിടാം. വ്യക്തിപരമായി പറഞ്ഞാൽ ഈ സുവിശേഷ വേല ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ദൈവം പ്രത്യേകമായി ഇടപെട്ട അല്ലെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെട്ട്? ചങ്ങനാശ്ശേരിയുമായിട്ട് പ്രധാനമായിട്ടും ഈ ചങ്ങനാശ്ശേരി വസ്തു വായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വെല്ലുവിളികൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ആ പട്ടണത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ആ നിലകളിൽ അതിനെ എന്ത് ചെയ്തു, ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം കൃപ നൽകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രധാനമായിട്ടും ഈ ആ കാലഘട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷനുണ്ടായിരുന്ന ദൈവദാസന്മാരെല്ലാം വളരെ ഊർജ്ജസ്വലതയുള്ളവരും കഠിനാധ്വാനികളുമായിരുന്നു, വളരെ ഐക്യതയുള്ളവരായിരുന്നു. പിന്നെ അവരുടെ കൂടെ തന്നെ ആ കാലഘട്ടത്തിൽ എൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു, എൻ്റെ സജീവ പങ്കാളിത്തം ഉണ്ടായി. അപ്പോൾ അങ്ങനെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നവരെല്ലാം വളരെ ഐക്യമായിട്ട് ടീമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഒറ്റയ്ക്ക് അല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ദൈവദാസനും വളരെ ഐക്യമായിട്ട് സജീവമായി പ്രവർത്തിച്ച ആൾക്കാർ തന്നെയാണ്. ഈ ചങ്ങനാശ്ശേരിയിൽ ഇരിക്കുമ്പോഴാണ് സെക്ഷൻ പ്രസ്പിറ്ററായി അതിനുശേഷം അതിനുശേഷം ഞാൻ 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളം സഭയുടെ പാസ്റ്ററായിട്ട് ചെയ്തു. എറണാകുളം ടൗൺ AG സഭയുടെ പാസ്റ്ററായിട്ട് പോയി. അതായത് 2005 മുതൽ 2008 വരെയാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ 3 വർഷത്തോടെ പ്രവർത്തിച്ചു. ആ കാലഘട്ടങ്ങളിലാണ് ഞാൻ വടക്കൻ മേഖലയുടെ റീജിയൻ ഡയറക്ടറായിട്ട് എന്ത് ചെയ്തു, സേവനമനുഷ്ഠിച്ചു. പിന്നെ എറണാകുളം സഭയിൽ ചെന്നതിന് ശേഷം പ്രധാനമായിട്ടും മോർണിംഗ് സർവീസ്, പ്രഭാത ആരാധന തുടങ്ങി. അതൊരു വളരെ അനുഗ്രഹമായിരുന്നു. കാരണം പുറത്തുള്ളവരെല്ലാം ആരാധനയ്ക്ക് വരാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 2 സർവീസായിട്ടായിരുന്നു. പിന്നെ അവിടെ തമിഴ് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തമിഴ് ആരാധന എന്ത് ചെയ്തു തുടങ്ങി. പിന്നെ ആ സഭയോടുള്ള ബന്ധത്തിൽ 3 വർഷമായിരുന്നു. 3 വർഷം കഴിഞ്ഞ് തുടരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഞാൻ അങ്ങനെ MD എന്ത് ചെയ്തു, ബാംഗ്ലൂരിൽ പോയി. അങ്ങനെ 3 വർഷം ടൗൺ AG സഭയുടെ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചു. പിന്നെ ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും എൻ്റെ ശുശ്രൂഷയിൽ പിന്നെ സഭാ വളർച്ചയ്ക്ക് ഊന്നൽ കൊടുത്തുള്ള പ്രവർത്തനങ്ങളായിരുന്നു. പിന്നെ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, നമ്മളെ കഴിയുന്ന പ്രാധാന്യത കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സഭാ ശുശ്രൂഷകൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു പ്രസംഗകനായിട്ടോ അങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ലേ? പ്രധാനമായിട്ട് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ചർച്ച് മിനിസ്ട്രി ആയിരുന്നു പ്രധാനമായിട്ടും. രണ്ടാമത് ഞാൻ ടീച്ചിങ്ങിൽ. ഓക്കെ, ഞാൻ 1995 മുതൽ ഈ 2023 വരെ പിന്നീട് ബൈബിൾ സെമിനാരിയിലെ അധ്യാപകനായിരുന്നു. അപ്പം അവിടെയാണ് കൂടുതൽ സമയങ്ങൾ എന്ത് ചെയ്തത്. പിന്നെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ പാർട്ട് ടൈമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബഥേലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഇത്രയും കാലത്തിനിടയിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഏതെങ്കിലും വേദനാജനകമായ ഒരു അനുഭവം പറഞ്ഞാൽ എന്തുവാ പറയാൻ പറ്റുന്നത്?
വേദനാജനകമായിരിക്കുന്ന ചില പ്രത്യേക സഭകളിലെ വേലയോടുള്ള ബന്ധത്തിൽ എന്താണ് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ എടുത്തു പറയത്തക്ക നിലയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. അത് പ്രധാനമായിട്ടും നമുക്കങ്ങനെ ഒരു സഭാ ശുശ്രൂഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭകളിൽ നിന്ന് അങ്ങനെയുള്ള തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ പ്രാർത്ഥിച്ച് മുന്നേറാനും ഒരു ഇടയ ശുശ്രൂഷയിൽ എന്താണ് ഇതുവരെയും വിജയിക്കാനും ദൈവം കൃപ നൽകിയിട്ടുണ്ട്. ഇടയ ശുശ്രൂഷയാണ് അച്ഛൻ്റെ ഒരു കോളിംഗ് എന്നുള്ള ഉറപ്പുണ്ട്. ഉണ്ട്. ഈ ലീഡർഷിപ്പിലേക്ക് വന്നത് എങ്ങനെയാണ്? ലീഡർഷിപ്പിലേക്ക് വന്നത് ചങ്ങനാശ്ശേരിയിൽ എനിക്ക് ഓർഡിനേഷൻ കഴിഞ്ഞ് പിറ്റേ വർഷമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് ഞങ്ങളുടെ സംവിധാനം അനുസരിച്ച് സെക്ഷൻ ഉണ്ടായിരുന്ന ദേവദാസന്മാർ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കണം എന്നൊരിത് വന്നു. എനിക്കന്ന് ഇച്ചിരി പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഓർഡിനേഷൻ കഴിഞ്ഞ് ഒരു വർഷമേ ആയുള്ളൂ. പിന്നെ മറ്റു ചില പേഴ്സണൽ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ദേവദാസന്മാരുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത് സമ്മതിച്ചു. അങ്ങനെ പ്രസ്പെക്റ്റ് ആയിട്ട് ഈ ഏജിൽ ഒരാൾ പ്രസ്പെക്ടർ ആകുന്നത് ഒരു നോമിനേഷൻ കൊടുത്തിട്ടൊന്നും അല്ല. പാസ്റ്റേഴ്സ് ഒന്നിച്ച് അല്ലെ വോട്ടിടുന്നു അല്ലേ? അതേ ഉള്ളൂ. അല്ലാതെ ആ ഉള്ളതിൽ ഏത് പാസ്റ്റർ വേണമെങ്കിലും തിരഞ്ഞെടുക്കും. അവർക്ക് തിരഞ്ഞെടുക്കും. അല്ലാതെ നോമിനേഷൻ കൊടുത്ത് അങ്ങനെ ഒരു വോട്ട് പിടിച്ചൊന്നും പിന്നെ സെക്ഷൻ വോട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ സെക്ഷനുള്ള പാസ്റ്റർമാർ എന്ത് ചെയ്യുമല്ലോ, താല്പര്യപ്പെടുന്നവർ അവർ വോട്ട് ചെയ്യുമല്ലോ. അങ്ങനെ രഹസ്യ വാൽപ്പയുടെ നോമിനേഷന് വന്നു. എൻ്റെ പേരും ഫ്രണ്ട് വന്നതുകൊണ്ട് ഞാൻ പിന്നെ മാറിയില്ല. അങ്ങനെ ഞാനവിടെ ഹോസ്പിറ്റാലിറ്റി എന്ത് ചെയ്തു, തുടർച്ചയായിട്ട് 7 വർഷം നിന്നു. അപ്പം അങ്ങനെ നേതൃത്വ പാഠവത്തിലേക്ക് ഒരാൾ മുഖാന്തരം അതാണ്. പിന്നെ അതിൻ്റെ വെളിച്ചത്തിലാണ് വടക്കമ്മോലിൽ എപ്പോഴും മേഖലാ ഡയറക്ടറായിട്ട് എന്ത് ചെയ്തത് വന്നത്. പിന്നെ ആ കാലഘട്ടങ്ങളെല്ലാം നമ്മുടെ കഴിവിൻ്റെ പരമാവധികൾ എന്താണ് സഭയെ ശുചീകരിക്കുന്നതോടൊപ്പം തന്നെ സെക്ഷൻ തലത്തിൽ മേഖലാടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനുണ്ട് പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ലീഡർഷിപ്പിൽ ഇരുന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കേരള അല്ലെങ്കിൽ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ലീഡർഷിപ്പിലിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സൂപ്രണ്ടിൻ്റെ ചുമതലയിലാണ് കാര്യങ്ങളെല്ലാം. സൂപ്രണ്ടാണ് പ്രധാനപ്പെട്ട ആൾ. അത് എല്ലായിടത്തും പ്രസിഡൻറ്റോ അല്ലെങ്കിൽ സൂപ്രണ്ടോ അങ്ങനെയാണല്ലോ വരുന്നത്. സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ വരുന്നില്ല സത്യത്തിൽ. എങ്കിലും സഭയുടെ സെക്രട്ടറി ആയിരിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ടെൻഷനുള്ളൊരു സാഹചര്യമല്ലേ? അതെ. TJ സാമുവലിൻ്റെ കൂടെ ഇരുന്നു, PS സാറിൻ്റെ കൂടെയും സെക്രട്ടറി ആയിട്ടിരുന്നു. അതോ ഞാൻ പ്രധാനമായിട്ടും ഷമേൽ സാറിൻ്റെ കൂടെയാണ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ളത്. സാറിൻ്റെ കൂടെ കമ്മിറ്റി അംഗമായിട്ട് ഇരുന്നിട്ടുണ്ട്. കമ്മിറ്റി അംഗമായിട്ടായിരുന്നു. ഈ AGയിലെ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. ഒരു ലീഡർ ഈ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒന്നിച്ച് സഹകരിക്കാൻ സാധിച്ച TJ സാമുവൽ സാറിൻ്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്ന ഇതിൽ ഈ ഇന്നുള്ള ഇവിടുത്തെ കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ, താൻ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഒക്കെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലീഡറാണ് TJ സാമുവൽ സാർ. സാറിനെ ഒന്ന് സാറിൻ്റെ ലീഡർഷിപ്പിനെ, സാറിൻ്റെ ലീഡർഷിപ്പിനെ ഒന്ന് വിലയിരുത്തിയാൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച ആളെന്നുള്ള നിലയിൽ പറയാം. പ്രധാനമായിട്ടും TJ സാമുവൽ സാറിനെ സംബന്ധിച്ചിടത്തോളം അസംസ്കൃത മലയാളം ഡിസ്ട്രിക്ട് കൗൺസില് ഒരു പ്രസ്ഥാനമെന്നുള്ള നിലയിൽ വളരെ അടുക്കും ചുറ്റിയോടും കൂടെ ക്രമീകൃതമായ രീതിയിൽ കൊണ്ടുവന്നത് ഷമീൽ സാറിൻ്റെ സംഭാവനയാണ്. പ്രധാനമായിട്ട് OPC കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഷമീൽ സാറാണ്. പിന്നെ ഏത് കാര്യങ്ങൾ ചെയ്താലും സാർ വളരെ ദീർഘവീക്ഷണത്തോടെ വളരെ നന്നായി പഠിച്ചു മാത്രമേ ചെയ്തു. കുറവുകൾ നികത്തി മാത്രമേ കാര്യങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ. സാർ നന്നായിട്ട് കൊണ്ടുപോകും. പിന്നെ അസംസ്കൃത പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ നേരത്തെ ഒരു ഗ്രൗണ്ട് വാങ്ങിച്ച സാറാണ്. പിന്നെയും കഴിഞ്ഞ വർഷങ്ങളിൽ പറന്തൽ കൺവെൻഷൻ റോഡിനോട് അനുബന്ധമായിട്ട് എന്ത് ചെയ്തു, വസ്തു വാങ്ങിച്ചു. ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പ്രധാനമായിട്ടൊരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്ന ആളാണ് TJ സാമുവൽ സാർ. അപ്പോൾ തന്നെ വെറും ഒരു ഭരണകർത്താവ് എന്നുള്ള നില മാത്രമല്ല, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ കൂടുതൽ സമയങ്ങൾ മാറ്റിവെക്കുകയും ആത്മീയ ശുശ്രൂഷയും നന്നായി ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്ന
ഒരു നേതാവാണ് ടി ജെ ഷമീൽ സാർ. പിന്നെ ഈ നിങ്ങളൊരു കണ്ടിന്യൂസ് പ്രെയർ നടക്കുന്നുണ്ടല്ലേ? ഏജ്ഡ്. ആ, ഇപ്പം എത്ര ദിവസമായത്? ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 700 ദിവസം കഴിഞ്ഞു. പിന്നിട്ട് ഈ മാത്രമല്ല, ഇപ്പം ടി ജെ ഷമീൽ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഉപദേശ വിഷയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടൊരു പുസ്തകം തയ്യാറാക്കി. അത് ഇറങ്ങിയോ അതോ ഇറങ്ങിയില്ല? ഇറങ്ങിയില്ല, ഈ മുമ്പായിട്ട് ഇറങ്ങും. ഓക്കെ, അതൊരു പുതിയ സ്റ്റെപ്പാണ്. കാരണം ഈ ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന ഒരു സ്റ്റെപ്പായിരിക്കുന്നത്. എനിവേ, ഈ സഭാ ശുശ്രൂഷകനായിട്ട് കേരളത്തിലും ബാംഗ്ലൂരിലും ശുശ്രൂഷിച്ചു. വിദേശത്ത് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിട്ടില്ലേ? വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പേര് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇട്ടിരുന്നു. പക്ഷെങ്കിൽ OP എന്നെ സെലക്ട് ചെയ്തത് മെഡിക്കൽ അൺഫിറ്റ് ആയിട്ടാണ് പോകാൻ പറ്റാൻ. അങ്ങനെ ശാരീരിക പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു അച്ഛന്? എനിക്കങ്ങനെ ഒന്നുമില്ല, മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഈ അലർജിയുടെ എന്തോ പ്രശ്നമുള്ളത് അതായിരുന്നു. അത് നമുക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്തില്ല, ചിന്തിച്ചില്ല. പിന്നീട് നമ്മളതിന് താല്പര്യം പ്രകടിപ്പിച്ചു. ഓക്കെ. ഈ അച്ഛൻ്റെ ഒരു ആത്മീയ നമുക്ക് എല്ലാവർക്കും ജീവിതത്തെക്കുറിച്ച് വലിയ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. എന്താണ് ദൈവസന്നിധിയിൽ അച്ഛൻ്റെ ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താ അച്ഛനെ സംബന്ധിച്ചിടത്തോളം? പ്രധാനമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ദൈവം നൽകുന്ന അവസരങ്ങളെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി എന്ത് ചെയ്യാം, നമ്മളെ കഴിയുന്നിടത്തോളം പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കാരണം ഇതുവരെ കൊണ്ടുവന്നതെല്ലാം ദൈവം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം അപ്രതീക്ഷിതമായ സമയത്ത് ഓരോ സ്ഥാനങ്ങളിൽ കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ ശുശ്രൂഷയായിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കണക്കാക്കുന്നുള്ളൂ. കാരണം അസംസ്കോണിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടിരുന്നാൽ പോലും 6 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞൊരു സാധാരണ ബാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഏത് സ്ഥാനത്ത് നമ്മളെ കൊണ്ടുവന്നാലും ജനത്തെ ശുശ്രൂഷിക്കാനും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി എന്താണ് സമൂഹത്തെ കഴിവതും ഐക്യതയോടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതിനപ്പുറത്ത് മറ്റു യാതൊരു കാര്യങ്ങളുമില്ല. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ എന്താണ് ഒരു നല്ല ശിശുവിടെ ചെയ്ത് മുന്നേറുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞില്ല. കുടുംബത്തെക്കുറിച്ച് പിന്നെ എൻ്റെ വൈഫിൻ്റെ പേര് ഡെയ്സി തോമസ്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഇളയ കുഞ്ഞ് 4 മാസമായപ്പോഴത്തേക്കും എന്ത് ചെയ്തു, നിത്യത്തിൽ ചേർക്കപ്പെട്ടു. മോനിപ്പോൾ ഹൂസ്റ്റണിലായിരിക്കുന്നു. വൈഫ് ബിൻസി. അവർക്ക് 2 കുഞ്ഞുങ്ങൾ, ജെറമി, ജമീമ. മോനെ എനിക്കറിയാം, നല്ല വർഷിപ്പ് ലീഡറും വളരെ വളരെ എനർജറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പം അവനെ പിന്നെ ഡോക്ടർ ഫാർമസി കഴിഞ്ഞാണ്. പക്ഷേങ്കിൽ അവനിപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഫുൾ ടൈം മിനിസ്ട്രിയിലേക്കുള്ള ഒരു താല്പര്യത്തിലാണ്. അങ്ങനെ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഇവാഞ്ചൽ യൂണിവേഴ്സിറ്റിയിൽ MD എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ അവന് ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് നീതമാണ് താല്പര്യപ്പെട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ലീഡർഷിപ്പ് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിനിടയ്ക്ക് കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. AG കേരളത്തിലെ ആദ്യത്തെ പെന്തക്കോസ്ത് പ്രസ്ഥാനമാണ്. ആ നിലയിൽ ഒരു മറ്റ് പ്രസ്ഥാനങ്ങളെക്കാൾ ഒരു മികവ് ആ പ്രസ്ഥാനത്തിന്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ പലപ്പോഴും ആ നിലയിലുള്ളൊരു മികവ് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിൽ സഭ മറ്റ് പ്രസ്ഥാനങ്ങളുടെ താഴെയായിപ്പോയി എണ്ണത്തിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പ്രധാനമായിട്ടും സഭകൾ സ്ഥാപിക്കുന്നതിനോടുള്ള ബന്ധത്തിലേ ഞങ്ങൾക്ക് പ്രസ്ഥാനത്തിൻ്റേതായ ചില കാര്യങ്ങളുണ്ടല്ലോ, പരിമിതികളുണ്ട്, നിയമത്തിൻ്റേതായ ചില കാര്യങ്ങളുണ്ട്. പിന്നെ കൂടുതൽ സഭകൾ സ്ഥാപിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല, സെക്ഷൻ പ്രസ്പിറ്റേഴ്സാണ് പ്രധാനമായിട്ടും സഭാ സംസ്ഥാപനത്തിൽ എന്ത് ചെയ്യുന്നത്, മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. അപ്പം അതൊരു പ്രധാന കാര്യമാണ്. സെക്ഷൻ വരുന്ന ലീഡേഴ്സിൻ്റെ, പ്രസ്പിറ്റേഴ്സിൻ്റെ ആത്മഭാരവും അവർക്ക് സഭാ സംസ്ഥാപനത്തോളം താല്പര്യവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പ്രധാനമായിട്ടും ഞാൻ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഷമീൽ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു മിഷൻ ദർശനമുള്ള ആളാണ്.
അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഏകദേശം 250 പരം പുതിയ സഭകൾ എന്ത് ചെയ്തു, സ്ഥാപിച്ചു. അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുകയും അതിനുവേണ്ടി ഇവിടെ നോർത്ത് ഇന്ത്യയിൽ തന്നെ മിഷൻ കോൺഫറൻസുകൾ സംഘടിപ്പിക്കുക, അവരെ പ്രൊമോട്ട് ചെയ്യുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള 250 മിഷന്മാരെ കേരളത്തിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ആ മീറ്റിങ്ങുകൾ നടത്തുകയും ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പുതിയ സഭകൾ സ്ഥാപിക്കുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്, പുതിയ വേലകൾ തുടങ്ങുന്നതിന്. അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ന്യൂ ജനറേഷൻ സഭകൾ ഒരു വലിയ തടസ്സമായിട്ട് വരുന്നു. എല്ലാ പട്ടണങ്ങളിലും പുതിയ സഭകൾ ഉടലെടുക്കുന്നു. ഉപദേശപരമായി അവർ വളരെ ഫ്ലെക്സിബിളാണ് പല കാര്യങ്ങളും. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സഭകളെ കുറിച്ചുള്ള ഒരു പ്രതികരണം എന്തുവാ, അതിനെക്കുറിച്ചുള്ളൊരു? അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂ ജനറേഷൻ സഭകളെ സംബന്ധിച്ചിടത്തോളം അവർ സുവിശേഷ പ്രവർത്തനം നടത്തുകയും പിന്നെ ഉപദേശത്തിനകത്ത് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ജനത്തിന് വരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നതൊക്കെ ഒരു ഘടകങ്ങളാണ്. ഓർണമെൻറ്റ്സ് ഏജിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ലല്ലോ. എന്നാലും പിന്നെ കേരളത്തിലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണല്ലോ അതൊരു പ്രധാനപ്പെട്ട. മലയാളം ഡിസ്ട്രിക്ട് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മലയാളം ഡിസ്ട്രിക്റ്റിൽ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണല്ലോ പോകുന്നത്. അതെ. ഓർണമെൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓർണമെൻറ്റ്സ് നമ്മുടെ പ്രധാനപ്പെട്ട സഭകളിൽ അല്ലെങ്കിൽ ഏറ്റവും ഏകദേശം ഒരു 99 സഭകളിലും 99% സഭകളിലും ഓർണമെൻറ്റ്സ് അലൗഡല്ല. ഓക്കെ. അതേസമയം മലബാർ ഡിസ്ട്രിക്ട് ഓർണമെന്റ്സ് അനുവദിക്കുന്നുണ്ട്. സദേൺ ഡിസ്ട്രിക്റ്റും അനുവദിക്കുന്നുണ്ട്. അത് അവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ആ രീതിയിലാണ് പ്രയോഗിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഈ നമ്മുടെ സഭകളിലേക്ക് ഇപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ പോലെ ഒരു സഭാ വളർച്ചയിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ 1-ാം നൂറ്റാണ്ടിലെ സഭകളെ സംബന്ധിച്ചിടത്തോളം ആകർഷിക്കത്തക്ക നില പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം സാമുദായിക പശ്ചാത്തലങ്ങളിൽ നിന്നും മറ്റു പശ്ചാത്തലങ്ങളിലൊക്കെ ആൾക്കാർ നമ്മുടെ പ്രസ്ഥാനങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത് നമ്മളെ ആകർഷിക്കത്തക്ക നിലയിലുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ കാലഘട്ടമായപ്പോഴത്തേക്ക് പ്രധാനമായിട്ടും അത്തരത്തിൽ ആകർഷിക്കത്തക്ക നിലയിലുള്ള പല കാര്യങ്ങളും നമ്മുടെ സഭകൾ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ സഭ ആകർഷിക്കത്തക്ക നിലയിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേർപാടുണ്ടായിരുന്നു നേരത്തെ. ആ വേർപാടിൻ്റെ ഒരു തീവ്രത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമുക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയും കൃപാവരങ്ങളെക്കുറിച്ചൊക്കെ വേണ്ടത്ര പ്രാധാന്യത കൊടുക്കാതെ പോകുന്നൊരു പശ്ചാത്തലം. പക്ഷേ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇന്നത് നമ്മുടെ സഭകളിൽ നിന്നൊക്കെ പിന്നെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് അതിനൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു നിലകളിലേക്ക് തന്നെ ആൾക്കാർ എത്തുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് ഇപ്പം ന്യൂജൻ സഭകളുണ്ടെങ്കിൽ പോലും എൻ്റെ കണ്ടെത്തൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആരാധനകൾ പ്രധാനമായിട്ടും ആകർഷണീയമാണെങ്കിൽ ആത്മചൈതന്യമുള്ള ആരാധനയും ആത്മശക്തിയുള്ള വചനശൂഷയുമാണെങ്കിൽ ജനങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അപ്പുറത്തേക്ക് പോകത്തില്ല. ജനം ഇവിടെ തന്നെ വരാനുള്ള സാധ്യതകളാണ്. പക്ഷേ അതുകൊണ്ട് പ്രധാനമായിട്ടും സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും ശുശ്രൂഷകന്മാരും 1-ാം നൂറ്റാണ്ടിലെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് 1-ാം നൂറ്റാണ്ടിലെ പോലെ തന്നെ കൃപാവരങ്ങൾ നമ്മുടെ സഭകൾ എന്ത് ചെയ്യണം, ജ്വലിപ്പിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പണ്ടത്തെ പോലെ ഒരു സഭാ വളർച്ചയിൽ മുന്നേറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും. ഈ പല സഭകളിൽ ശുശ്രൂഷിച്ചു. ബാംഗ്ലൂരിൽ ശുശ്രൂഷിച്ചു, ചങ്ങനാശ്ശേരി, പുനലൂർ, തിരുവനന്തപുരം, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ, എറണാകുളം ഒക്കെ. ഏത് മേഖലയിൽ ശുശ്രൂഷിച്ചതാണ് ഏറ്റവും താല്പര്യം, ഇഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ഈ ഇങ്ങനെ ശുശ്രൂഷിച്ച ഇടങ്ങളിൽ രണ്ടാമതൊരിക്കൽ കൂടെ പോകണമെന്ന് ആഗ്രഹമുള്ള സഭയാണ്? രണ്ടാമത് പിന്നെയും വിളിച്ചിട്ടുണ്ട് എല്ലാ സഭകളും. കാരണം അവിടെ ഇരുന്നിപ്പോൾ ഒരു ടൈം കൂടി ഇരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഈ 3 വർഷമെന്ന് എഴുതി വെച്ചിടത്തല്ല 3 വർഷമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളോട് എന്ത് ചെയ്തിട്ടില്ല, തുടർന്നിട്ടില്ല. അതുകൊണ്ട് 3 വർഷം കഴിഞ്ഞ് വിളിച്ചിടത്തുനിന്ന് നമ്മൾ പിന്നെ പോയിട്ടില്ല. പിന്നെ പ്രധാനമായിട്ടും ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ പ്രവർത്തനമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവന്ന ആൾക്കാരായിരുന്നല്ലോ കൂടുതലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു പ്രത്യേക ഇതായിരുന്നു. കാരണം നമ്മൾ
പണിത് വളർത്തിക്കൊണ്ട് വന്ന ആൾക്കാരാണ്. ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന പഴയ ആൾക്കാർ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ സഭാ ശുശ്രൂഷയിൽ എന്താണ്, സഭ വളർച്ചയിലും നമുക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് ചങ്ങനാശ്ശേരി സഭയാണ്. പിന്നെ മറ്റ് സഭകളെന്ന് പറഞ്ഞേക്കുന്നത് സഭാ വളർച്ചയ്ക്ക് എന്താണ് കുറച്ചുകൂടെ എറണാകുളവും പ്ലാമൂടും ഒക്കെ എന്താണ് കുറച്ചുകൂടെ വിശാലതയുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ. അച്ഛൻ്റെ ഈ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും സഭാ ശുശ്രൂഷയിലാണെങ്കിലും അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്തുവാ, വിഷയം എന്തുവാ? ഞാൻ ഇവന് പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വേദശാസ്ത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സിസ്റ്റമാറ്റിക് തിയോളജി എല്ലാ ബ്രാഞ്ചസുകളും ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് കൗൺസിലിങ്ങിൻ്റെ ഭാഗം. എന്നാൽ ഈ അടുത്തിടയ്ക്ക് പ്രധാനമായിട്ടും ഞാൻ സഭാ സംസ്ഥാപനത്തെക്കുറിച്ചും മിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പാസ്റ്റേഴ്സിനും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നത് എടുക്കുന്നു. ഓക്കെ. ഇനി വേറെ വ്യത്യസ്തമായൊരു ചോദ്യം. ഈ കർത്താവ് വരും, കർത്താവിൻ്റെ കൂടെ പോകണം, ഇതൊക്കെയാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. കർത്താവ് വരുമ്പം അല്ലെ കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലെത്തുമ്പോൾ കർത്താവിനെ കാണുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള ചോദ്യം എന്തുവാ? ആദ്യമായിട്ട് കർത്താവിനെ കാണാൻ നമ്മൾ സ്വർഗത്തിലെത്തി കർത്താവിനെ കാണുമ്പോൾ കർത്താവിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്തുവാ? ഈ ഞാൻ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ വരാറുള്ള കാര്യം, വളരെ ഭക്തിയോടെ പരമാർത്ഥതയോടൊക്കെ ദൈവത്തെ സേവിച്ചിരിക്കുന്ന അനേക ദൈവദാസന്മാരും ദൈവങ്ങളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പെട്ടെന്നുള്ള കഷ്ടങ്ങളും വേദനകളും മരണങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ ചെയ്ത ആ സേവനങ്ങൾക്കൊന്നും ഇവിടെ വെച്ചൊരു വേണ്ടത്ര നന്മ കാണാതെ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കതിനെ ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. എങ്കിലും ആ കാര്യങ്ങൾ പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യമായിട്ട് വരാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ട സഹിച്ച അനേക ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങളൊക്കെ അപ്പം അകാലത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, വേർപെട്ട് പോയിട്ടുണ്ട്. അവർക്ക് ആ കർത്താവിന് വേണ്ടി ചെയ്തേക്കുന്ന പല കാര്യത്തിനും വേണ്ടത്ര റിസൾട്ട് കാണാനോ ഒരു ഭൗതിക നന്മകൾ കാണാനോ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള വരുമ്പം പലപ്പോഴും അവരുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ എന്ത് ചെയ്യും, ചിലപ്പം കണ്ടുമാനം വല്ലാതെ വിഷമിപ്പിച്ചു തരും. അപ്പം ഞാനും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഇവരെ ഇങ്ങനെയുള്ളൊരു കഷ്ടത്തിലൂടെ പോകേണ്ടി വന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അതൊരു ചോദ്യമാണ്. കാരണം എന്നെയും പലപ്പോഴും അലട്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് അങ്ങനെ. ഓക്കെ. എനിവേ, ഒന്നിച്ച് അല്പസമയം ചിലവഴിക്കാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്റ്റിലും ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിലും സൗത്ത് ഇന്ത്യ ഏജിലും ഒക്കെ ഉന്നതമായ പദവികളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ മണ്ഡലങ്ങളിൽ പുതിയ വിജയങ്ങളുണ്ടാകട്ടെ, നേട്ടങ്ങളുണ്ടാകട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ അവസരങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഇങ്ങനെ സമയം കണ്ടെത്തിയതിൽ പ്രത്യേകിച്ച് താങ്ക് യു. സാമുട്ടി പാസ്റ്ററോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. സാമുട്ടി പാസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് മാസ്റ്ററുടെ പ്രവർത്തനങ്ങളെയും എല്ലാം കർത്താവ് വിശാലമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം ശക്തിയോട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ടോമിൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി പ്രകാശിപ്പിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ അവസരത്തിലാണ്. താങ്ക് യു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു.
ഈ രണ്ട് സംവിധാനത്തിലൂടെ പതിനായിരങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.